നമസ്കാരം. ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ. ജനാധിപത്യത്തിന്റെ നിർവചനങ്ങൾ പ്രധാനപ്പെട്ടതാണിത്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പറയുന്ന മനുഷ്യരുടെ വേദനകളും ആകുലതകളും ആവശ്യങ്ങളും എങ്ങനെ ഉയർത്തും? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ഇത്തിരി വലയത്തിൽ ഒത്തിരി പേരിലേക്ക് എങ്ങനെ എത്തിക്കും? ജനങ്ങൾക്ക് പറയാനുള്ളത് കലർപ്പില്ലാതെ പറയാൻ ഇതാ ഇവിടെ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആദ്യം ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. 24 ബിഗ് ബ്രേക്ക്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ CPIM. പ്ലീനമില്ല, വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കും. ഓഗസ്റ്റിലാണ് വിപുലീകൃത സംസ്ഥാന സമിതി ചേരുക. ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത്, ഈ തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി പ്ലീനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പ്ലീനം ഉണ്ടാകുന്നില്ല. കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാൻ കൂടി CPIM ഒരുങ്ങുന്നു. വർഗീയതയോട് സ്വീകരിച്ച അഴകുഴമ്പൻ സമീപനം അവസാനിപ്പിക്കാൻ സംസ്ഥാന സമിതിയിൽ തീരുമാനം. മുസ്ലിം ലീഗിന്റെ വർഗീയ സമീപനം തുറന്നുകാട്ടാനും വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി തള്ളിപ്പറയാനും തീരുമാനം. ശ്രീജിത്ത് ചെയ്തു. ശ്രീജിത്ത്, വലിയ നിർണായകമായ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഏരിയ തലം വരെയുള്ള ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെയും ഇന്നുമായി നടന്ന സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിൽ നിരവധി കാര്യങ്ങളിൽ രൂക്ഷമായ ചർച്ചകൾ നടന്നു, വിമർശനങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPIM കഴിഞ്ഞ കാലത്ത് വർഗീയതയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനങ്ങളിലെ പോരായ്മകളായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ ചോദ്യം ചെയ്യാനോ അതിനെ തള്ളിപ്പറയാനോ CPIM തയ്യാറാകാത്തത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വലിയ പങ്കുവഹിച്ചുവെന്നാണ് ഈ താഴെത്തട്ട് മുതൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം പാർട്ടിക്ക് അനുകൂലമായി നിന്നവർ അവർ പാടെ പാർട്ടിയെ പിന്തള്ളി UDFന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനങ്ങളിലെ പോരായ്മയാണ്. അതുകൊണ്ട് എല്ലാത്തരം വർഗീയതകളെയും ശക്തമായി എതിർക്കുന്ന പാർട്ടിയുടെ പഴയകാല ശൈലിയിലേക്ക് തന്നെ തിരിച്ചു പോകണം, രാഷ്ട്രീയ സമീപനത്തിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോൾ CPIMന്റെ സംസ്ഥാന സമിതി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണ് എന്ന കാര്യം CPIM നേതാക്കളും മറ്റും നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബദൽരേഖ കാലം മുതൽ അതുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളും ആശയപരമായ സംവാദങ്ങളും പല കോണുകളിലും നടന്നു പോകുന്നു. എന്നാൽ ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ വർഗീയമായ സമീപനങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ട്. അതുകൊണ്ട് ലീഗിന്റെ വർഗീയ സമീപനങ്ങളെ തുറന്നു കാട്ടണം എന്നുള്ള തീരുമാനമെടുത്തു. എല്ലാത്തരം വർഗീയതകളെയും ഒരുപോലെ എതിർക്കും. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും തുറന്നു കാട്ടുന്ന CPIMന്റെ പഴയ രാഷ്ട്രീയ ശൈലിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കിനാണ് CPIMന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, പയ്യന്നൂരിലെയും ഒപ്പം തന്നെ തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി ഗണത്തിൽ പാളിച്ച ഉണ്ടായി എന്ന കാര്യം ഈ അവലോകന റിപ്പോർട്ടിന്റെ ഭാഗമായി ചേർക്കാനുള്ള നിർദ്ദേശമാണ്. CPIMന്റെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കരട് റിപ്പോർട്ടിന്മേൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും സംസ്ഥാന സമിതിയിലെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായി. അത്തരത്തിലുള്ള കർശനമായ സമീപനങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വേണമെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ ശഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായത്. പയ്യന്നൂരിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച തീരുമാനം തെറ്റി എന്ന കാര്യം CPIM ഈ അവലോകന റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിക്കുകയാണ്. അവിടെ സ്ഥാനാർത്ഥി ഗണത്തിലെ പാളിച്ചയാണ് വമ്പൻ പരാജയത്തിന് ഇടയാക്കിയത്. നേരത്തെ CPIM പറഞ്ഞിരുന്ന ഒഴിവൊഴിവുകൾ എല്ലാ കാലവും ജയിക്കുന്ന മണ്ഡലമൊന്നുമല്ല തളിപ്പറമ്പ് എന്ന തരത്തിലുള്ള ചില തൊഴിൽന്യായങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള തൊഴിൽന്യായങ്ങളെയെല്ലാം CPIM സംസ്ഥാന സമിതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയിൽ അവർ ചൂണ്ടിക്കാണിച്ച വിവരം സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന കാര്യം തുറന്ന് സമ്മതിക്കണമെന്നാണ്. തൊട്ടടുത്ത മണ്ഡലമായ പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന കാര്യം CPIM ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ സിറ്റിംഗ് MLA TI മസൂദിനെ മത്സരിപ്പിച്ചതാണ് തോൽവിക്ക് കാരണമായത്. പാർട്ടി അണികളെ പോലും എതിരാക്കിയത് ആ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥി ഗണത്തിലും പാളി എന്ന കാര്യം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും തെറ്റിദ്ധ നടപടികൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിനായി ഒരു പ്ലീനം വിളിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേൾവി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലും പ്ലീനം വിളിക്കണമെന്നുള്ള ആവശ്യമുയർന്നു. ബംഗാൾ ഘടകം പ്ലീനം വിളിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ പ്ലീനമല്ല, മറിച്ച് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി, എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന നിലയിലാണ് ആ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റിലായിരിക്കും ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ചേരുക. അതിൻ്റെ വേദി എവിടെയാണെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും തിരുവനന്തപുരത്ത് EMS അക്കാദമിയിൽ തന്നെ
ആ ഒരു വിപുലീകൃത സ്റ്റേറ്റ് കമ്മിറ്റി ചേരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലൊക്കെ പാർട്ടിയുടെ നിലപാടുകളും മറ്റും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനും അതിന് പുതിയൊരു ഊർജ്ജം നൽകുന്നതിനുമായി വിപുലീകൃതമായ സംസ്ഥാന കമ്മിറ്റികളും കേന്ദ്ര കമ്മിറ്റിയൊക്കെ വിളിച്ച ചരിത്രമുണ്ട്. 2011 സമാനമായി വിജയവാഡയിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ വിപുലീകൃത കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നു. അതിന് സമാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തിരുത്തൽ നടപടിയിലേക്ക് CPIM പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തോൽവിക്ക് കാരണമെന്ന രീതിയിൽ ഉയർന്ന വിമർശനങ്ങളൊക്കെ അത് തെറ്റാണെന്ന് സമ്മതിച്ച് ഇതൊക്കെയാണ് പിഴവെന്ന് സമ്മതിക്കുകയാണ് CPIM. ഒരു ഘട്ടത്തിൽ വർഗീയതയടക്കം കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വന്നു എന്ന് ആത്മവിമർശനം കൂടി ഉയർത്തുന്നു. വലിയ മാറ്റമുണ്ടാക്കാൻ, എന്നാൽ ഈ തെറ്റുതിരുത്തൽ അംഗീകരിക്കാൻ പ്ലീനമില്ല. ഒരു വിപുലീകൃത സംസ്ഥാന സമിതി നടത്താനാണ് ഇപ്പോൾ കൂടിയാലോചനയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അർഷുജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ജനകീയ വിഷയങ്ങളിലേക്കാണ്. KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ സൗജന്യ യാത്രയെന്ന UDF വാഗ്ദാനം നടപ്പാക്കാൻ ഇനിയും കാത്തിരിക്കണം. സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സൗജന്യമായി പോകാമെന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇനി സർക്കാർ ആലോചിക്കുക 100 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും. അതുവരെ ഓർഡിനറിയിൽ സൗജന്യ യാത്ര ചെയ്യാമെന്നതാണ് ആശ്വാസകരമായ ഏക കാര്യം. അതിന്റെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ചായിരിക്കും തുടർ തീരുമാനങ്ങൾ. ദീർഘദൂര യാത്രകൾ ചെയ്യാമെന്ന് കണക്ക് കൂട്ടിയിരുന്നവരെ ചെറിയ നിരാശയിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗജന്യം പരിമിതി. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഡബിൾ ബെൽ വീണിരിക്കുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. ദീർഘദൂര സൗജന്യ യാത്രകൾ ആഗ്രഹിച്ചിരുന്നവർ ആ സ്വപ്നം തൽക്കാലം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. രണ്ടാം ഘട്ടമായി പദ്ധതിയുടെ തുടർ സാധ്യതകൾ പരിശോധിക്കാനാണ് സർക്കാർ തീരുമാനം. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു രാഹുൽ ഗാന്ധി ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് ഇങ്ങനെ നമ്മൾ പ്രചരണം നടത്തുക വീടുകൾക്ക്. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. പുതുയുഗ യാത്രയുടെ സമാപന ദിവസം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര. ലക്ഷ്യം കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാർ. പ്രചരണ തിരക്കിനിടയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വോട്ടർമാരോട് സംസാരിക്കുന്നതാണ് തൊട്ടു മുൻപ് കേട്ടത്. എന്നാൽ നിലവിൽ ഓർഡിനറി ബസ്സിൽ മാത്രം ആനുകൂല്യം നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം. പുതിയ തീരുമാനത്തിൽ സ്ത്രീകൾക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ. പക്ഷെ അന്നങ്ങനെ പറഞ്ഞെങ്കിൽ ഓർഡിനറി ബസ് മാത്രമായിരിക്കുമെന്ന് സാധാ ജനങ്ങൾക്കൊരു ബോധം ഉണ്ടായിരുന്നു. അല്ലാതെ മൊത്തം സൗജന്യം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുമോ? ബാക്കി എത്രയോ കാറ്റഗറികൾ സൗജന്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്ഥിരം യാത്രയ്ക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ ലോങ് ട്രിപ്പൊന്നും അല്ലാത്തതാണ് യാത്രയ്ക്ക് സൗജന്യം കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഒരു ജോലിക്ക് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ച് 1000 രൂപ കയ്യിൽ വന്നാൽ ബസ് ഫെയർ അല്ലാത്ത പൈസ കയ്യിൽ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ആ കുടുംബത്തിലേക്ക് എത്തുകയാണ്. ഓർഡിനറിലാക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി KSRTCയിൽ സ്ത്രീകൾക്ക് ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു വിഷമവും ഇല്ല. ഇത് തന്നെ സന്തോഷം. ഒരു ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ ആദ്യം ഇത് പോട്ടെ. അതിപ്പോൾ 100 ദിവസം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആദ്യഘട്ടം നടപ്പാക്കി തുടങ്ങി 100 ദിവസങ്ങൾക്കുള്ളിൽ ലാഭനഷ്ടങ്ങൾ പഠിക്കാനും സർക്കാർ തീരുമാനമുണ്ട്. ബാധ്യതയുണ്ടാകുമെന്നും ടിക്കറ്റിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെ മറികടക്കാൻ കഴിയില്ലെന്നും സർക്കാരിന് ഉറപ്പുണ്ട്. പക്ഷേ KSRTCക്ക് ബാധ്യതയാകില്ലെന്ന് പ്രതികരണം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം ലഭ്യമാക്കാനും ആലോചനയുണ്ട്. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ, എക്സ്പേർട്ടുകൾക്ക് പോലെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. ആശങ്ക KSRTCക്ക് വേണ്ട. ഇനിയുമുണ്ട് പ്രതിസന്ധികൾ. മലബാറിലെ പല മേഖലകളിലും KSRTC ബസ് സർവീസുകൾ ഇല്ലാത്തത് പദ്ധതിയെ ബാധിക്കും. പല സ്ത്രീകൾക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചെന്ന് വരില്ല. ഒരൊറ്റ KSRTC ബസ് സർവീസുകൾ പോലുമില്ലാത്ത ഗ്രാമീണ മേഖലകളുമുണ്ട് കേരളത്തിൽ. KSRTC ബസ്സുകൾ ഏറ്റവും കുറവുള്ളത് UDFന് 16 സീറ്റുകൾ നേടിക്കൊടുത്ത മലപ്പുറം ജില്ലയിൽ. 7 ജില്ലകളിൽ സർവീസുകളുള്ളത് 25% താഴെ. കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് 60% KSRTC സർവീസുകളുള്ള തിരുവനന്തപുരത്ത്. അതിലൊരു നിരാശയില്ല. അത്രയെങ്കിൽ അത്രയും ഒരുപാട് സന്തോഷമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ആവുമായിരിക്കും. KSRTC സർവീസുകൾ ഒന്നുമില്ലാത്ത മണ്ഡലങ്ങളിൽ ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട്. കൂടാതെ KSRTCക്ക് ടിക്കറ്റ് വരുമാനത്തിലൂടെ മറികടക്കാൻ കഴിയാത്ത നഷ്ടക്കണക്കും ഭീമമാണ്. എല്ലാ ബസ്സുകളിലും സൗജന്യയാത്ര നടപ്പിലാക്കിയാൽ 112 കോടി നഷ്ടം. നിലവിൽ തീരുമാനിച്ചതുപോലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമെങ്കിൽ 60 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകും.
പെൻഷൻ ഇന്ധനമിനത്തിൽ സർക്കാർ നൽകുന്ന 125 കോടിക്ക് പുറമെയാണ് അധിക ബാധ്യത. KSRTC ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. സർക്കാർ അധിക പണം നൽകാനും തീരുമാനമുണ്ട്. സർക്കാരിന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് KSRTCയും ജലവിഭവ വകുപ്പുമെന്ന് ധവളപത്രത്തിൽ പരാമർശമുണ്ട്. എന്നിട്ടും 200 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത സർക്കാർ എങ്ങനെ താങ്ങുമെന്നാലോചിക്കുമ്പോൾ തല പുകയുന്നു. പക്ഷേ തല പുകയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കാത്തിരുന്നു കാണാം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഓർഡിനറി എങ്കിൽ ഓർഡിനറി, ഓടി നോക്കിയിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. പിന്നീട് അങ്ങോട്ട് ദീർഘദൂര ബസ്സിലൊക്കെ നടപ്പാക്കുമോ എന്ന് കണ്ടറിയാം, പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ നടപ്പിലാക്കിയാൽ അത് വലിയ സംഭവമാകും. അങ്ങനെ ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം, ആഗ്രഹിക്കാം. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കൂടിയാണ്. കേരളത്തിലെ മലയോര ഗ്രാമങ്ങൾ മരണം വിതയ്ക്കുന്ന വിളനിലങ്ങളായി മാറുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെക്കാളേറെ വന്യജീവി ആക്രമണം നിറഞ്ഞ കാലത്തേക്ക് അവർ മാറി. കാട്ടാനയും കടുവയും കാട്ടുപന്നിയും നിത്യജീവിതത്തിലെ വില്ലന്മാരാണിപ്പോൾ. മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലിട്ട് നാണിവിടകളുടെ സമ്പത്ത് തീർത്ത മലയോര ജനത മരണത്തെ മുഖാമുഖം കാണുന്ന നാളുകളാണ് ഇപ്പോൾ ഉള്ളത്. ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മനുഷ്യജീവന് വിലയില്ലേ? മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ രാജ്യത്തെ വനവിസ്തൃതി നാൾക്കുനാൾ പെരുകുന്ന ഒരേയൊരിടമാണ് കേരളം. കാടിറങ്ങുന്ന വന്യജീവികൾക്കൊപ്പം നാടിറങ്ങുന്ന മനുഷ്യരുള്ള ഇടം. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കോട്ടപ്പടി എന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 15ലേറെ കുടുംബങ്ങളാണ് സ്വന്തം ഭൂമി വനം വകുപ്പിന് എഴുതി നൽകി പലായനം ചെയ്തത്. വനമേഖലയിൽ വീട് പണിതവർ ആയിരുന്നില്ല അവർ. വന്യജീവികൾ പുരയിടങ്ങളിലേക്ക് എത്തിയതാണ്. കാട്ടുപന്നിയും കാട്ടാനയും കാട്ടുപോത്തും ചുട്ടുപൊള്ളുന്ന വേനലിൽ എന്നോണം ഈ വർഷകാലത്തും ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് ഇതിന് പോൺ വഴി എന്താണെന്നുള്ളത് പറയുന്നത്. ആ പോൺ വഴിക്ക് അനുസരിച്ച് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ ആദ്യം ഫെൻസിങ് മാറ്റിയിട്ട് ട്രെഞ്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ട്രെഞ്ചും സ്വാഭാവികമായിട്ട് വിജയമല്ല. ഇപ്പം എല്ലാവരുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽ ഫെൻസിങ് ആണ്. ഒരു 10 അടി 7 അടി ആണ് നേരത്തെ റെയിൽ ഫെൻസിങ് പല സ്ഥലത്ത് വിട്ടത്. പക്ഷേ 7 അടിക്ക് പകരം ഒരു 10 അടി ഹൈറ്റിലുള്ള റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ ഒരു പരിധി വരെ ആനയുടെ ശല്യം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ 3,75 ലക്ഷം രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ് കിട്ടും. അത് ഫ്ലോപ്പ്. ആ 3,75 ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ടില്ല, അതിനുള്ള റെയിൽ ഫെൻസിങ് ഇടുക. ഫണ്ടില്ല എന്ന് പറയുമ്പോഴും ഇത് കുറച്ച് ഭാഗം ഇട്ട് പോകാനുള്ള ഫണ്ട് ഇവർക്കുണ്ടല്ലോ. ഇപ്പം 3,75 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ ചെയ്യേണ്ട. ആ ഒരു മെയിൻ പ്രശ്നബാധിത മേഖലയിൽ മാത്രം ഈ റെയിൽ ഫെൻസിങ് ഇട്ട് പോട്ടെ. സോളാർ സംവിധാനവും AI സംവിധാനവും വന്യമൃഗങ്ങളെ തുരത്താൻ കോടികൾ മുടക്കി വനം വകുപ്പ് സ്ഥാപിക്കുന്നുണ്ട്. പലയിടങ്ങളിലും നിർമ്മാണം പാതി വഴിയിലാണ്. വനം വകുപ്പ് ഉയർത്തുന്ന സാങ്കേതിക കാരണങ്ങൾ വന്യജീവികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ ജനതയ്ക്ക് അറിയില്ല. വനാതിർത്തി നിർണ്ണയിക്കുന്ന ഇത്തരം ജണ്ടകളോ വനത്തിന് വല തീർക്കുന്ന ഇത്തരം സോളാർ ഫെൻസിങ്ങുകളോ അത് ജനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമുള്ളതാണ്. ഇതിനപ്പുറം ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്കിവിടെ സുരക്ഷിതമായി ജീവിക്കണമെന്ന് ഒരു കാട്ടുമൃഗത്തെയും പറഞ്ഞു മനസ്സിലാക്കാൻ ഇന്നാട്ടുകാർക്ക് കഴിയില്ല, അറിയില്ല. ചിന്നക്കനാലിലും കുട്ടമ്പുഴയിലും അതിരപ്പള്ളിയിലും ആറളത്തും നടന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ആർത്തിരമ്പുന്ന പ്രതിഷേധത്തെ തള്ളാനോ കൊള്ളാനോ പരിഹാരം കാണാനോ വനം വകുപ്പിന് കഴിയുന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 19 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഫണ്ടിന്റെ അപര്യാപ്തത എന്ന ഒറ്റ കാരണത്തിൽ ഇതിനെ നിസാരവൽക്കരിക്കാൻ വനം മന്ത്രിക്ക് കഴിയുമോ? വനം മന്ത്രി ഇന്ന് വന്ന് രാജപാതയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഇപ്പോഴും ഒറ്റമൂലി ഇല്ലാന്ന് പറഞ്ഞു. ഒറ്റമൂലി ഇനിയിപ്പോൾ ഒറ്റമൂലിയൊക്കെ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒറ്റമൂലി അല്ലെങ്കിൽ ആ പാക സംസാരമൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും, പുള്ളിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും പുള്ളി കയറിയിട്ടുള്ളൂ. വനം മന്ത്രിയിൽ ഞങ്ങൾക്ക് വളരെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളുടെ ഈ മേഖല അതുപോലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് പുള്ളി മാറ്റം വരുത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. ആരെയും പഴിചാരാനോ പാപഭാരം പേറാനോ അല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ ജീവനും ജീവിതമാർഗത്തിനും വേണ്ടി മലയോരത്ത് മല്ലിടുമ്പോൾ തെല്ലിട നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ എല്ലാം പഴയപടിയാകുമെന്ന പല്ലവിയുണ്ടല്ലോ, ആ തെറ്റ് ഈ നാട്ടിലെ ഭരണവർഗം തിരുത്തണം എന്ന അപേക്ഷയാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്. ചിന്നക്കനാലിൽ ജീവൻ പൊലിഞ്ഞ മാരിക്ക് ഞങ്ങളുടെ പ്രണാമം. ഇനി വന്യജീവി ആക്രമണത്തിൽ ഇതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഓരോ തവണയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ. അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? സമാശ്വാസ തുക ഇനിയും വർദ്ധിപ്പിക്കുമെന്ന മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കാം.
അതിനപ്പുറം ഒന്നും ഈ സംവിധാനത്തിന് നമ്മളോട് ചെയ്യാനില്ല, ചെയ്തു തരാൻ പോകുന്നുമില്ല. ലാൽകൃഷ്ണ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വനം വന്യജീവി സംഘർഷം തുടർക്കഥയാവുകയാണ്. എന്താണ് ഇതിനൊക്കെ ചെയ്യാനുള്ളത്? ശാസ്ത്രീയമായി പഠിക്കണം. അതിനപ്പുറത്തേക്ക് ഇത്തിരി പണവും നഷ്ടപരിഹാരം ഒരു ജോലിയും കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. ഭാവിയിലടക്കം ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ഇടയാക്കാൻ പോകുന്ന സംഘർഷം കൂടിയാണ് വനം വന്യജീവി സംഘർഷം എന്ന കാര്യത്തിൽ സംശയമില്ല. ശാസ്ത്രീയ അടിത്തറയിൽ ഒരു പരിഹാരം കണ്ടെത്തുക മാത്രമാണ് ഏക പോംവഴി. മറ്റു വാർത്തയിലേക്കാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നിക്കും കലഞ്ഞൂരിനുമിടയിൽ റോഡ് അപകടങ്ങൾ കഥയാവുകയാണ്. ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 10 പേരുടെ ജീവൻ ഈ റൂട്ടിൽ പൊലിഞ്ഞു. അപകടത്തിൽപ്പെടുന്നവരിൽ അധികവും ഇരുചക്ര വാഹന യാത്രക്കാരാണ്. വാഹനങ്ങളുടെ അമിത വേഗതയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് ആക്ഷേപം. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മരണവഴി. കേരളത്തിലെ നിരത്തുകളിൽ ഒരു ദിവസം എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ കണക്കെടുത്താൽ നമ്മുടെ നെഞ്ചുപിടയും. എന്താണ് ഈ അപകടങ്ങൾക്ക് കാരണം? അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത റോഡ് അങ്ങേയറ്റം സുന്ദരമാണ്. പക്ഷേ ഈ റോട്ടിൽ അപകടങ്ങൾ നടക്കാത്ത ഒരു ദിവസം പോലുമില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലൂടെ ശരവേഗത്തിലാണ് വാഹനങ്ങളുടെ പോക്ക്. കാൽനട യാത്രക്കാരെയോ എതിർദിശയിൽ വരുന്ന വണ്ടിയെയോ കാണാതെ മിന്നൽ വേഗത്തിൽ പലരും വാഹനങ്ങളുമായി കടന്നുപോകുന്നു. സംസ്ഥാനപാത പൂർത്തിയായതിന് പിന്നാലെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാത്ത ഒരു ദിനം അപൂർവമായിരിക്കും. ഇക്കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 100 കണക്കിന് അപകടങ്ങളുണ്ടായി. റോഡിൽ പൊലിഞ്ഞത് 10 ജീവനുകൾ. ഇതിൽ ഏറ്റവും അധികം അപകടങ്ങൾ സംഭവിച്ചത് കോന്നി കലഞ്ഞൂർ റൂട്ടിൽ. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായി റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഉന്നയിക്കപ്പെടുന്നു. പല ഭാഗത്തും റോഡിന് ആവശ്യമായ വീതിയില്ല. വളവുകൾ നിവർത്താതെ റോഡ് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒരാഴ്ചക്കിടെ 3 പേർ മരിച്ചത് കോന്നി കലഞ്ഞൂർ റൂട്ടിൽ. ഞായറാഴ്ച പുലർച്ചെ തമിഴ്നാട് ശിവകാശി സ്വദേശികളായ അച്ഛനും മകളും മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. 4 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറിയായിരുന്നു അപകടം. രാത്രിയിലും പുലർച്ചെയുമാണ് അപകടങ്ങൾ കൂടുതൽ. അതിലേറെയും നടക്കുന്നത് വളവുകളിൽ. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും നിയന്ത്രണം വിട്ട് മറിയുകയോ ചെയ്താൽ അപകടത്തിന്റെ വ്യാപ്തി ഇരട്ടിയാകും. സംസ്ഥാന പാതയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കും ഉള്ളിൽ വലിയ ഭയമുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ റോഡ് ഉന്നത നിലവാരത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഇതിൻ്റെ അലൈൻമെൻറ്റുകൾ ശരിയായ രീതിയിൽ നടത്തിയിട്ടില്ല. റോഡിൻ്റെ വീതിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അക്വയർ ചെയ്ത് എടുത്തിട്ടുള്ള KSTP എടുത്തിട്ടുള്ള സ്ഥലങ്ങൾ കൃത്യമായി ഉപയോഗിക്കുവാൻ ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച KSTP പോലെയുള്ള ഗവൺമെൻറ് ഏജൻസിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ രാത്രി 2 മണി 3 മണി 4 മണി എന്നില്ലാതെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ ഭീതിയോടുകൂടി അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആളുകൾ അവരെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ എന്ന കോന്നിയിലോ കൂടൽ പോലീസ് സ്റ്റേഷനിലോ വിളിക്കുമ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് പോലീസിനെ ആശ്രയിക്കാൻ വേണ്ടി അവരെ ആശ്രയിക്കുന്ന ആളുകൾ ജനപ്രതിനിധികളാണ്. അതുകൊണ്ട് രാത്രികാലം ഞങ്ങൾക്ക് ഇപ്പം ഉറക്കമെന്ന് പറയുന്നില്ല. മഴ പെയ്താൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നിമാറിയും അപകടങ്ങൾ ഉണ്ടാകുന്നു. കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ, നെടുമൺകാവ്, കൂടൽ, മുറിഞ്ഞുകൽ, വകയാർ, കുളത്തുങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അപകടങ്ങളും മരണങ്ങളും കൂടുതലായി ഉണ്ടാകുന്നത്. ഈ സ്ഥലങ്ങളിൽ KSRTC ബസ്സുകളും പലതവണ അപകടത്തിൽപ്പെട്ടു. ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് മുറിഞ്ഞുകൽ ജംഗ്ഷനിൽ. ദീർഘദൂരം സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോയും ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ സ്പീഡ് നിയന്ത്രിക്കാനുള്ള ക്യാമറ പത്തനംതിട്ടയ്ക്കും പത്തനാപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഘടിപ്പിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തണം. അതോടൊപ്പം തന്നെ ഈ ഇരുചക്ര വാഹന യാത്രക്കാർ മദ്യപിച്ചടക്കം ഈ അനേക ആൾക്കാരെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ബന്ധപ്പെട്ട പോലീസ് അധികാരികളും മോട്ടോർ വകുപ്പ് അധികാരികളും ഈ വിഷയത്തിൽ ഇടപെടണം. ഒന്ന്, റോഡിന് ആവശ്യമായ സിഗ്നലുകൾ, അത് നമ്മുടെ റോഡിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. പ്രധാനമായും കലഞ്ഞൂർ നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ,
ഇതുമായി ബന്ധപ്പെട്ട റോഡുകൾക്ക് ആവശ്യമായ സിഗ്നൽ ലൈറ്റുകൾ സമയബന്ധിതമായി ഇല്ല, ബ്രേക്കർ ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി സ്പീഡ് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഓവർ സ്പീഡായി പോകുമ്പം ആ സ്പീഡ് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കുക, സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുക, മറ്റ് ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. റോഡപകടങ്ങൾ ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇത് നാം ഓരോരുത്തരും സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇരുചക്ര വാഹനവുമായി റോഡിലിറങ്ങുന്ന ആളുകൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. മറ്റു വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ വേഗത കുറച്ച് പോകാനുള്ള ജാഗ്രത കൂടി കാണിക്കണം. റോഡിന് എന്തെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയതയുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ അത് അടിയന്തരമായി പരിഹരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് റോഡപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂ. സഞ്ജയ് ഇക്ബാലിനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിൽ റെഡ് സോൺ മേഖലയിൽ ഡ്രോൺ പറത്തിയ 2 US പൗരന്മാർക്കെതിരായ ക്രിമിനൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2 മാസത്തേക്കാണ് സ്റ്റേ ചെയ്തത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വർഷം ആദ്യമാണ് റെഡ് സോൺ മേഖലയിൽ, പ്രത്യേകിച്ച് ദ്രോണാചാര്യ പോലുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ പരത്തിയത്. 2 വ്ളോഗർമാരാണ്, US വ്ളോഗർമാരാണ്. അവർക്കെതിരെ ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. അതിനവരെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ അവർ ഈ കേസിന്റെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. അതിന്മേലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിട്ടുള്ളത്. 2 മാസത്തേക്ക് ഈ കേസിന്മേൽ, FIR-ന്മേൽ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. സുഹൈൽ, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡ്രോൺ പറത്താൻ കൃത്യമായ ലൈസൻസിനടക്കം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് റെഡ് സോൺ മേഖലയിൽ ഡ്രോൺ പറത്തിയ 2 US പൗരന്മാർക്കെതിരെയുള്ള നടപടികൾ തൽക്കാലം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയാണ് വിഷ്ണു സുരേഷ് നൽകുന്നത്. ഇപ്പോഴൊരു സങ്കടപ്പെടുന്ന വാർത്ത വരുന്നുണ്ട്. ആലപ്പുഴയിൽ 2 വാഹനാപകടങ്ങളിലായി 3 മരണം. പഴവീട്ടിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ബൊഹ്മ സ്വദേശി സുധീഷാണ്, 35 വയസ്സാണ് സുധീഷാണ് ദാരുണാന്ത്യം. ഒപ്പം തട്ടുകടയിൽ ചായ കുടിച്ച് നിൽക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായിരിക്കുന്നത്. നിയന്ത്രണം നഷ്ടമായ കാറ് സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് യുവാവിന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. AC റോഡിൽ ആലപ്പുഴ പക്കി ജംഗ്ഷനിൽ കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. 2 അപകടങ്ങളിലായി ആലപ്പുഴയിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അശ്വിൻ ബാലാഴി, അശ്വിൻ പറയൂ. സുഹേൽ, ഇന്ന് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ആലപ്പുഴയിൽ 2 ഇടങ്ങളിലായി വാഹനാപകടങ്ങൾ ഉണ്ടായത്. ഈ 2 അപകടങ്ങളിലായി 3 യുവാക്കൾക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യ അപകടം ആലപ്പുഴ പഴവീട്ടിലായിരുന്നു. പഴവീട്ടിൽ റോഡരികിലെ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടുവന്ന സുധീഷിന്റെ ദേഹത്തേക്കാണ് കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് ഈ കാർ സുധീഷിന്റെ ദേഹത്തേക്ക് കയറുന്നത്. സുധീഷ് തൽക്ഷണം തന്നെ മരിച്ചു. 35 വയസ്സ് മാത്രമാണ് സുധീഷിനുള്ളത്. അതിന് തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പക്കി ജംഗ്ഷനിൽ റോഡിൽ തെന്നി വീണ ബൈക്കിന് മുകളിലേക്ക് ഇടിച്ചു കയറുന്നത്. അതിൽ 2 മരണമാണ് ഉണ്ടായത്. കൈനഗിരി സ്വദേശികളായ ഡാനിയൽ ജോൺ, ഒപ്പം ഡാനിയലിന്റെ ബന്ധു ജോമോൻ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. അപകടം നടക്കുന്ന സമയത്തിന് മുന്നേ ശക്തമായ മഴയുണ്ടായിരുന്നു. റോഡിൽ അതിൽ മഴയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സുഹേൽ, ഈ കനത്ത മഴ ആലപ്പുഴ മേഖലയിൽ തുടരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ 2 അപകടങ്ങളിലായി 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന. അശ്വിൻ പാലാഴിയാണ് അപകടത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടത്. പാലായിൽ സിവിൽ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് 3 വർഷമായെങ്കിലും തുറക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. 3 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. ഓഫീസുകൾ ഇവിടേക്ക് മാറാൻ എത്ര കാലം കാത്തിരിക്കണമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനിയും കാത്തിരിക്കും. ടൗണിലെ സിവിൽ സ്റ്റേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഓഫീസുകൾ ഒരേ കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പാലാ വൈക്കം റോഡിലെ നെല്ലിയാനിക്കലിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും റവന്യൂ എക്സൈസ് ഓഫീസും അടക്കം പ്രധാന ഓഫീസുകൾ ഇവിടേക്ക് മാറ്റാനായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതുവരെ ഒന്നും നടന്നില്ല. സർക്കാർ മന്ദിരങ്ങൾ കടക്കുമ്പോൾ വാടകയ്ക്ക് കെട്ടിടം പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമാണ്. ഫൈനാൻസ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ എന്തോ സമ്മർദ്ദമാണ്, ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. സാധാരണ ഉദ്ഘാടനമൊക്കെ പറഞ്ഞ് ആളുകൾ തപ്പി നടക്കണ്ട, ജനപ്രതിനിധികളൊക്കെ തപ്പി നടക്കുന്ന. പക്ഷേ മുഴുവൻ പണിയും തീർത്താൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനോ ഒന്നും താല്പര്യം ആരും കാണിച്ചില്ല.
സർക്കാരിൻ്റെ എല്ലാ പരാതി പരിഹാര അദാലത്തുകളിലും ഇങ്ങനെ ഈ സ്ഥാപനം നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊടുത്തപ്പോഴും എല്ലാം നടപടികളെല്ലാം ഉടനെ ഉണ്ടാകുമെന്നുള്ള മറുപടി ലഭിച്ചതല്ലാതെ ഒരു താല്പര്യവും ഇതിൻ്റെ അകത്ത് അധികൃതർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ താല്പര്യമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. വെള്ളവും വൈദ്യുതിയും ലഭിക്കാൻ വൈകിയതാണ് ആദ്യം തിരിച്ചടിയായത്. 2 വർഷങ്ങൾക്ക് ശേഷം ഇത് പരിഹരിച്ചു. നിലവിൽ കെട്ടിടത്തിൽ സ്ഥാപിച്ച ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് ഗ്രില്ലുകളടക്കം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് ആകട്ടെ കാട് കയറിയ നിലയിലുമാണ്. നിസ്സാരമായ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാണ് കെട്ടിടം തുറക്കാതെ നീട്ടിക്കൊണ്ടുപോയത്. പുതിയ സർക്കാർ വന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പെട്ടെന്നാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.